തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി കൊച്ചി ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിന്റെ പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആശാസ്യമല്ലാത്ത സമ്മർദ്ദമാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഹൈക്കോടതിയിലാണ് ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എന്താണ്? തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയാണ് ഇതിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയെ നേരത്തെ സമീപിച്ചിരുന്നു. പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു B. ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് കൊച്ചി ദേവസ്വം ബോർഡ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി സത്യവാങ്മൂലവും റിപ്പോർട്ടും ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം BJPയുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത്. ഗതാഗത നിയന്ത്രണം ഉള്ളിടത്തേക്ക് സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. തെരഞ്ഞെടുപ്പിന് സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, കണ്ണൂർ സ്വദേശിയായ സംഘപരിവാർ പ്രവർത്തകൻ വത്സൻ തിലങ്കേരി എന്നിവരുടെ സാന്നിധ്യം സംശയമുണ്ടാക്കുന്നുണ്ട്. വസ്തുതാപരമല്ലാത്ത വാർത്തകളാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. പൂരം അലങ്കോലമായെന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ വഴിയൊരുക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ ദേവസ്വത്തിന്റെ പ്രതിനിധികൾ ചെയ്തത്. മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞെന്ന രീതിയിൽ പ്രശ്നത്തിൽ സുരേഷ് ഗോപി പരസ്യമായി ഇടപെടുകയായിരുന്നു. രാത്രിയിലുള്ള മഠത്തിൽ വരവ് സമയത്ത് 9 ആനകൾക്ക് പകരം ഒരാനയായി തിരുവമ്പാടി ദേവസ്വം ഇത് ചുരുക്കി. മാത്രമല്ല, അലങ്കാര പന്തലുകളിലെ വിളക്കുകൾ അണയ്ക്കുകയും ചെയ്തു. ഇത് പൂരത്തിന്റെ ശോഭ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയെന്നും പൂരം നിർത്തിവെപ്പിക്കുകയാണെന്ന് തിരുവമ്പാടി പ്രചരിപ്പിച്ചുവെന്നുമാണ് ഹൈക്കോടതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത്. ശരി, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്.